അപ്പോൾ അത് കേരളത്തിൻ്റെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംരംഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇതിന് സാധാരണ രീതിയിൽ തരുന്ന കടമായിട്ടല്ലാതെ തരുന്ന ഗ്രാന്റ് ഉണ്ടായിരുന്നു. എല്ലാ തുറമുഖങ്ങൾക്കും അതുപോലെ വൻകിട പദ്ധതികൾക്കും ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാന്റായി നൽകിയിരുന്നു. ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നില്ല എന്ന് മാത്രമല്ല, നമ്മളോട് പറഞ്ഞത് 817 കോടി രൂപ വായ്പയായി നൽകുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം നമുക്ക് ഗ്രാന്റായിട്ട് പണമൊന്നും തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറുണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാർ ഇതുവരെയായി 4771 കോടി ഉറുപ്പിക ഈ തുറമുഖത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതും ഇനിയും ആവശ്യമുള്ള സഹായം നൽകി 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും കൃത്യമായിട്ട് പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള എക്സിക്യൂട്ടീവിന്റെ കടന്നുകയറ്റത്തെപ്പറ്റിയാണ് വളരെ ഗൗരവതരമായി സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ഉജ്ജൽ ഭൂയൽ ഇന്ന് ഞാൻ നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു, വാർത്ത വരികയും ചെയ്തു. വളരെ അപകടകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മധ്യപ്രദേശിലുണ്ടായിരുന്ന ജസ്റ്റിസ് അദ്ദേഹം അതുൽ ശ്രീധർ മലയാളിയാണ്. അതുൽ ശ്രീധർ അദ്ദേഹത്തെ അലഹബാദ് കോടതിയിലേക്ക് സ്ഥലം മാറ്റി. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനാണ് കൊളീജിയം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗവായി അദ്ദേഹത്തെ ഛത്തീസ്ഗഡിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചതിന്റെ മേലെ കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ നിർദ്ദേശിച്ചതിനനുസരിച്ച് അങ്ങനെ തന്നെ എഴുതി. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കാൻ പാടില്ല. കൊളീജിയം എന്ന് പറയുന്നത് സ്വതന്ത്രമായ സ്ഥാപനമാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹമാണ് എഴുതിയത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഛത്തീസ്ഗഡിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ച അതുൽ ശ്രീധരനെ അലഹബാദ് കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നതിന് കൃത്യമായ ഉത്തരവുണ്ട്. അദ്ദേഹം മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന സന്ദർഭത്തിൽ നമുക്കറിയാലോ, പഴയ നമ്മളും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം, അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ കേണൽ സൂഫിയ ഖുറേഷി പത്രസമ്മേളനം നടത്തി എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കൃത്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ അവർക്കെതിരായി മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷാ വലിയ കടന്നാക്രമണം നടത്തി, വർഗീയ കടന്നാക്രമണം നടത്തി. ആ വർഗീയ കടന്നാക്രമണത്തെപ്പറ്റി മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന അതുൽ ശ്രീധർ സ്വമേധയാ കേസെടുത്തു. ആ ഒരു പകയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ മാറ്റാനിടയാക്കിയത്. മാറ്റുക എന്ന് പറയുമ്പോൾ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യവും പറയുന്നുണ്ട്.
ഇതിനു മുമ്പ് ജമ്മു കാശ്മീരിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ നിയമവിരുദ്ധമായ അറസ്റ്റും തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്യുന്ന പ്രശ്നത്തിനെതിരായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണകക്ഷിക്ക് എതിരായ അല്ലെങ്കിൽ അവരാഗ്രഹിക്കാത്ത നിയമപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് രക്ഷയില്ല എന്ന പ്രശ്നം ഉയർന്നു വന്നാൽ അതുണ്ടാക്കുന്ന ഭരണഘടനാപരമായ പ്രശ്നം വളരെ ഗുരുതരമാണ്. അതിപ്പോ ഒരു ജസ്റ്റിസ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള സംഭവം അദ്ദേഹം തന്നെ പറഞ്ഞു. പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ, അത് ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റിസിന്റെ പേര് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഛത്തീസ്ഗഡിൽ പോയിരുന്നുവെങ്കിൽ അദ്ദേഹം കൊളീജിയത്തിന്റെ ഭാഗമാവും. എന്നാൽ അലഹബാദിലേക്ക് പോയതോടുകൂടി തരം താഴ്ക്കപ്പെടുക ഇത്. ആ സീനിയോറിറ്റി പോയി, ഹൈക്കോടതി കൊളീജിയത്തിന്റെ ഭാഗം അല്ലാതായി. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം നിർവഹിച്ചത് എന്ന് ഇപ്പോഴും പേര് പറയാതെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉജ്ജൽ ഭൂയൽ ജസ്റ്റിസ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം SIRന്റെ ഭാഗമായി ഇപ്പോഴ് ഒഴിവാക്കപ്പെടുന്നത് പോലെ തന്നെ ഉൾച്ചേർക്കുന്നതിന്റെയും ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നില്ല. പകർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാകുന്നതുമില്ല. ഇത് അടിയന്തരമായിട്ട് ലഭ്യമാക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കാണപ്പെടുന്ന നമ്പർ അത് ഏതാണ്ട് 26 ലക്ഷത്തിലധികമാണ്. അതിപ്പോൾ അടിയന്തരമായിട്ടും പരിശോധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും പുതിയ വോട്ടർമാർ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടത് എന്നുള്ള കാര്യം സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 10, 20, 25,000 വോട്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ലഭിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില മണ്ഡലങ്ങളുടെ പ്രത്യേക പരിശോധന നടത്തിയപ്പോൾ ബോധപൂർവമായ ചില നീക്കം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടോ എന്ന സംശയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകൾ BLOമാരുടെ വെരിഫിക്കേഷൻ നടത്തി മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് മുമ്പേ പറഞ്ഞതാണ്. പക്ഷേ അവരറിയുന്നേയില്ല. അപ്പോൾ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് BLOമാർക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകുകയും വേണം. ആ അറിയിപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള സ്ഥിതി. അങ്ങനെ ബൾക്കായി എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ വോട്ട് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഉൾച്ചേർക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവപൂർണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടേണ്ടതുണ്ട് എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഞാൻ ഇന്നലെ തന്നെ നൽകിയിട്ടുള്ള ഒരു കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഒഴിവാക്കപ്പെടുന്നത് പോലെ തന്നെ ഉൾപ്പെടുത്തപ്പെടുന്നതിലും ദുരൂഹതയാണ് കാണുന്നത്. BLOമാർ അറിയാതെ, BLOമാർക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും നൽകാതെ ആളുകളിങ്ങനെ ബൾക്കായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ ചേർക്കുന്ന ഒരു സ്ഥിതി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന അവസ്ഥയുണ്ടാവണം എന്നതാണ് ഈ സംബന്ധിച്ച് പൊതുവെ പറയാനുള്ളത്. അല്ല, ഞങ്ങൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കേരളത്തിന്റെ വളർച്ചയ്ക്ക് വികാസത്തിന് ഉതകുന്ന രീതിയിലുള്ള ഗതാഗത സൗകര്യം വേണം. നാഷണൽ ഹൈവേ അങ്ങനെയാണല്ലോ വന്നത്. അത് വേണ്ട പറഞ്ഞതാണല്ലോ UDF. KRAയിൽ പറഞ്ഞപ്പോൾ KRAയിനെ പറ്റി കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം തരാൻ കൂട്ടാക്കിയിട്ടില്ല. അതിന്റെ മറ്റ് വിവിധ വഴികൾ, ഒരു വഴി മാത്രമൊന്നുമല്ല, നിരവധി വഴികളുണ്ട്. ആ വഴികളൊക്കെ തേടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗം B. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് ധനരാജിന്റെ എക്സാംഷൻ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു. മറ്റ് ധനരാജിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയ 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി KP മധുവിന്റെ അക്കൗണ്ടിൽ പോയി. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിനായിട്ടുള്ള പണത്തിൽ വെട്ടിപ്പ് നടന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വ്യാജ രസീത് അച്ചടിക്കുന്നതാണ്. ഇതിലെന്താണ് പാർട്ടിയുടെ നിലപാട്? കുഞ്ഞികൃഷ്ണൻ പുറത്താക്കിയ പ്രശ്നം
അല്ലല്ല, അത് സംബന്ധിച്ച് അവിടെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട നിലയിലേ ഉള്ളൂ. അത് ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അതിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് നാളെയായിട്ട് ചേർന്ന് അവർ പരിശോധിക്കും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ ചോദ്യമില്ലാതാവും. അതൊക്കെ വളരെ ലളിതമായ താരതമ്യമാണ്. നിങ്ങൾ ചോദിക്കുന്ന ഗൗരവമുള്ള ചോദ്യം. ഞാൻ പറഞ്ഞത് മലയാളത്തിലാണല്ലോ, മലയാളത്തിലാ പറഞ്ഞത്. അതായത് പാർട്ടി സംബന്ധമായി അവിടെ ഇതിനു മുമ്പ് ഉയർന്നു വന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നം സംഘടനാ വിരുദ്ധമായ നിലപാടുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അത് ഉൾപ്പെടെ ചേർന്ന് ഇന്നും നാളെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയും അത് സംബന്ധിച്ച് തീരുമാനിച്ചാലല്ലേ നമുക്ക് അതിന്റെ അകത്ത് ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നോക്കിയിട്ട് ഇടപെടാം. അതാ പറഞ്ഞത്, ഈ അഴിമതിയെ പറ്റിയൊന്നും നിങ്ങൾ അല്ല, സംഘടനയിലെ ചർച്ച. നിങ്ങൾ തമ്മിൽ പോലീസിന് കേസ് കൊടുത്തോ? ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ട് പരിശോധിക്കുക. നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എടുക്കാം, നിലപാട് സ്വീകരിക്കാം. അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ പരിശോധിച്ചോളാം. വല്ലാതെ രീതിയിൽ ഞങ്ങളെ സംഘടനാ നിലപാട് പഠിപ്പിക്കാൻ പുറപ്പെടരുത് നിങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ. ഞങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞങ്ങൾ സംഘടന കൈകാര്യം ചെയ്യാം. അത് ഞങ്ങൾ പരിശോധിക്കും. അതൊക്കെ പരിശോധിക്കും, ഭയപ്പെടേണ്ട. ഇവിടെ കോടികൾ പിരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കണക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഒരു വെപ്രാളുമില്ലല്ലോ, ഒരു വേദനയില്ലല്ലോ. അതെന്താ? ഒരു മറുപാട് ചോദ്യമല്ല, ഞാനാ ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. ഞാൻ എല്ലാ കാലത്തും പറയുന്ന പോലെ ഇതും പറയാണ്. അതിപ്പോ ആയിട്ടില്ല. നിങ്ങൾ വെറുതെ രക്തസാക്ഷി ഫണ്ടെന്ന് ഒരു നായാ പൈസ ഒരു തരത്തിലും വഞ്ചിക്കാനോ പറ്റിക്കാനോ അനുവദിക്കുന്ന പ്രശ്നത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഉറപ്പാണ്. അല്ല, ഉയർന്നു വന്നത് ശരി, അത് ഉയർന്നു വന്ന ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അകത്ത് ഞങ്ങൾ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടും. അതിനെല്ലാം മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ല കഴിഞ്ഞു. അതൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. ജില്ലാ കമ്മിറ്റി പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇടപെടേണ്ടിയുണ്ടെങ്കിൽ ഇടപെടും. അത്രയേ ഉള്ളൂ. അതെ, അങ്ങനെയാ പറഞ്ഞത്. അല്ല, അതിപ്പോ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. എങ്ങനെയാ പരിഹരിച്ചത്? നിങ്ങൾ പാർട്ടി സംഘടനക്കകത്ത് കൈകാര്യം ചെയ്ത മുഴുവൻ കാര്യവും പത്രസമ്മേളനത്തിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞോ? ആരും പറയോ? അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ എങ്ങനെയാ സംഘടനാപരമായ കാര്യം കൈകാര്യം ചെയ്യുന്നതൊന്നും സംഘടനാപരമല്ലാത്ത രീതിയിൽ പുറത്തു പറയാൻ സംഘടനക്ക് സാധിക്കില്ല. ഒരു ക്രമക്കേടിനും പാർട്ടി കൂട്ടു നിൽക്കില്ല. അത് പറഞ്ഞ അതിപ്പോ നിങ്ങൾ പോലീസിലൊക്കെ കൊടുക്കുന്ന ആളുകളെ, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, കൊടുത്തു പരിശോധിക്കേണ്ട ആളുകളെ പറ്റിയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി ഉറുപ്പിക ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീടുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് 300 വീട് 350 വീട് പറഞ്ഞിട്ട് എവിടെ പോയി? വീടും പോയി പണവും പോയി. അപ്പൊ അപ്പോഴൊന്നും ഒരു വികാര പ്രകടനം നിങ്ങൾക്കായിരിക്കില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഒരു നയാ പൈസ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ CPIM അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുണ്ട്, മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കാൻ ചെയ്യും. അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടിയില്ല. അത്രയേ ഉള്ളൂ കാര്യം. യെസ്, ആ ക്രൈമായിട്ട് കൈകാര്യം ചെയ്യും. അതും കൈകാര്യം ചെയ്യും. ക്രൈമും കൈകാര്യം ചെയ്യും. ഇനി ക്രൈം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമം നിങ്ങൾക്ക് ഉണ്ടാവണ്ട. അതാ പറഞ്ഞ രക്തസാക്ഷി ഫണ്ടിന്റെ ഭാഗമായിട്ട് ഒരു നയാ പൈസ ചോർന്നു പോവാനോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യാനോ പാർട്ടി അനുവദിക്കുന്ന പ്രശ്നമില്ല, അനുവദിച്ചിട്ടുമില്ല. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. അതല്ലേ പറഞ്ഞേ, അവിടെ ചർച്ച ചെയ്ത് വരട്ടെ. ആയിക്കോട്ടെ. അല്ല, അങ്ങനെ ആ ചോദ്യം എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അത്ര പോലെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു പാർട്ടി എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ക്രിമിനൽ കേസും മറ്റു കേസും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യുക. ഞങ്ങൾ ഇനി
ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും നാളെ ജില്ലാ കമ്മിറ്റിയുണ്ട്. അത് കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടുന്ന ഘട്ടം വരുമ്പോൾ ഞങ്ങളതിൽ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ ഇടപെടും. അത്രയേ ഉള്ളൂ. അത് അദ്ദേഹത്തോട് ചോദിക്കണം. അങ്ങനെ എന്താ കാര്യം ഉണ്ടായത്? ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യം എന്താണ്? നീതി ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഞാനിനി അതിന്റെ അപ്പുറത്ത് ഒരു കാര്യവും പറയാൻ ബാക്കിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് രണ്ടും ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ടുന്ന ഘട്ടം വന്നാൽ ഞങ്ങൾ ഇടപെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം. യെസ്, അതൊക്കെ ചെയ്യാം. ഞങ്ങൾക്കറിയാം, അതെല്ലാം പറയാം. അറിയുന്നത് കാര്യമില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഞാൻ മറുപടി വന്നിരുന്ന ആയിക്കോട്ടെ. പാർട്ടിക്കകത്ത് പറഞ്ഞ മുഴുവൻ കാര്യം ഗൗരവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. ഇനിയും പരിഗണിക്കും. അത്രയേ ഉള്ളൂ അക്കാര്യത്തിൽ. അതിലൊന്നും പരിഗണനയില്ലാതിരിക്കുന്ന ഒരു പാർട്ടി നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുക. മറ്റേതെങ്കിലും പാർട്ടിയെ പോലെയല്ല. ഞങ്ങളത് കൃത്യമായിട്ട് പരിഗണിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന പാർട്ടിയാണ്. ഇനിയും സ്വീകരിച്ചു പോകും. അത്രയേ ഉള്ളൂ. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. വി കുഞ്ഞേഷിനോട് ചോദിക്കേണ്ടതാണ്. പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാട് അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നുള്ളത് അദ്ദേഹത്തോടെ ചോദിച്ചാലേ മനസ്സിലാവും. ഓ, അല്ല, അത് ഞങ്ങൾ അത് സംബന്ധിച്ച് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് പാർട്ടി ഇന്ത്യയിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ്. അതാണ് CPIM. വർഗീയ രീതിയിലുള്ള ഒരു പരാമർശം പാർട്ടിയുടെ ഒരു ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുന്നത് ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കുന്നില്ല. ഈ നിലപാടാണ് പാർട്ടി പൊതുവെ സ്വീകരിക്കുന്നത്. ആ പൊതു സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുണ്ട്. ഇല്ല, നടപടിയൊന്നുമില്ല. നടപടിയല്ലല്ലോ, എല്ലാറ്റിനും പരിഹരിക്കുകയല്ലേ. അദ്ദേഹം തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ, ഖേദം പ്രകടിപ്പിച്ചല്ലോ. പിന്നെ നടപടി എന്താണ്? അല്ലല്ല, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഈ പറഞ്ഞ ഖേദം പ്രകടിപ്പിച്ചതും. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യത്തെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തുമെന്നാണ് പറഞ്ഞത്. ഒരു തെറ്റുമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. തെറ്റൊക്കെ തിരുത്തി ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അല്ലല്ല, അങ്ങനെയല്ല. അതും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടികളും അതിനെയൊക്കെ ഉപയോഗിച്ച് തെറ്റായ രീതിയിലുള്ള പ്രചാരങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കുറെ ശേഷിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ട കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു. ഇതിൽ പറയാൻ LDF-നും CPM-നും അവകാശമില്ല, ഈ ഒരു കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വിമർശിക്കാൻ അവകാശമില്ല എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി നടത്തുന്നത്. അത് പ്രതിപക്ഷ നേതാവ് ശരിക്കും വർഗീയ പ്രചാരവേലയാണ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എടുത്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയോടൊപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള പ്രവർത്തനമാണ്. എന്നിട്ട് മറ്റാർക്കും പറയാനാവും. അദ്ദേഹത്തിന് മാത്രമേ വർഗീയ പരാമർശവും വർഗീയ പ്രവർത്തനവും നടത്താൻ പാടുള്ളൂ, മറ്റാർക്കും അതിനെപ്പറ്റി എതിരായി മിണ്ടാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്ത് കൈയ്യേണ്ടത്? അദ്ദേഹമാണ് കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇനിയും ഞങ്ങൾ കൂട്ടുകൂടും. ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന് പറയുന്ന വാദിക്കുന്നവരാണ് അവർ, ജമാഅത്തെ ഇസ്ലാമി. അത് തന്നെയാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഇപ്പോഴും ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും VD സതീശൻ പറയുന്നത് ഞങ്ങൾ അവരുമായിട്ട് ചേരും. വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരെ വിമർശിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ അർത്ഥം എന്താ? വർഗീയതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തരാതരം പോലെ BJP-യുമായിട്ടും അതുപോലെ തന്നെ RS-ഉമായിട്ടും അതുപോലെ ജമാഅത്തെ ഇസ്ലാമുമായൊക്കെ ഒക്കെ ചേരുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ഇവിടെ കേരളത്തിലുള്ളത്. അതിന്റെ ഒപ്പം തന്നെയാണ് ലീഗ് ഉള്ളത്. മാറ്റിയില്ല എന്ന് അവർ തന്നെ പറഞ്ഞല്ലോ. ജമാഅത്ത് ഇസ്ലാമികാരനെ പറഞ്ഞു ഞങ്ങൾ മാറ്റിയില്ല. പിന്നെ എങ്ങനെയാ സതീശൻ മാറ്റാകുക?
സതീശൻ 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അവസരവാദവും നിലപാട് സ്വീകരിക്കുന്നയാളാ. അതാ കാര്യം. എന്നിട്ട് വർഗീയതക്കെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും. മറ്റാരും പറയാനും പാടില്ലെന്ന്, മറ്റാർക്കും പറയാൻ അവകാശമില്ല എന്നും പറയാം. പക്ഷേ കെ എം ഷാജിയുടെ തുടർച്ചയായ വിവാദപരമായിട്ടുള്ള വർഗീയ പരാമർശം ഇതിലെ ചോദ്യങ്ങൾ നമ്മൾ വി ഡി സതീശനോട് ചോദിച്ചു. അദ്ദേഹം ആ ഭാഗത്തിൽ മറുപടി പറയുന്നില്ല. അത് കേട്ടതായി ശ്രദ്ധിക്കുന്നില്ല. AKGയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. ഈ ഷാജി എന്ത് തോന്നിയാസവും പറയാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ നേതാവാന്ന് തന്നെ പറയാൻ പറ്റില്ല. തോന്നിയാസിയാണ്, എന്തു പറയും. അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരോട് പറയാത്തത് തോന്നിയാസം തന്നെ. AKGയെ പറ്റി പറഞ്ഞതെല്ലാം തോന്നിയാസമല്ല, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാനുള്ള പദം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു. ശരി. ആ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും, ഏത് സാധ്യതകളും ഈ അതിവേഗ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ റെയിൽപാളത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളും വരട്ടെ, നമുക്കത് പരിശോധിക്കാവുന്നതാണ്. കേരളയിൽ തന്നെ അതേപോലെ തന്നെ തുടരണം. അവസാനം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല, അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് സംബന്ധിച്ചെല്ലാമുള്ള പുതിയ പുതിയ പ്രൊജക്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് പരിശോധിക്കാവുന്നതാണ്, ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ സുധാകരനും ചെന്നിത്തലയും പറഞ്ഞു അതൊന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മളെല്ലാം പൊളിച്ചു കളയും. ഇവരെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വികസന വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. കാലഹരണപ്പെട്ടുപോയ രീതിയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ അത്രയും പറയുന്നുള്ളൂ.